ഉള്ളൂ. 3 മരണം അത് റൂറൽ എസ് പി കൊല്ലം റൂറൽ എസ് പി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത് കൊട്ടാരക്കര നീലേശ്വരത്ത്. ആ കൊട്ടാരക്കര നീലേശ്വരത്താണ് അപകടം. അവിടുത്തെ ഒരു പ്രദേശവാസി കൃഷ്ണൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്കൾ വിവരങ്ങൾ ലഭ്യമാണോ അതിനെപ്പറ്റി? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോ. എങ്ങനെയാണ് ചേട്ടാ ഈ അപകടം ഉണ്ടായത്? അപകടം നീലേശ്വരം മുക്കോണിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നേക്കുന്നത്. അവിടെ നടന്നേച്ചാൽ ഇവിടുന്ന് മെയിൻ റോഡ് നീലേശ്വരം നെടുമങ്കാവ് റോഡില് മുക്കോണി ജംഗ്ഷൻ എന്ന് പറയും. അവിടെ അമ്പലപ്പുറത്തേക്ക് തിരിയുന്ന റോഡുണ്ട്. അവിടുന്ന് വന്ന ഒരു JCB മെയിൻ റോഡിൽ പോയ ഒരു ബുള്ളറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടിയപ്പം വണ്ടി മറിഞ്ഞ് ലോഡ് ടിപ്പർ മറിഞ്ഞ് ബസ് കാത്തുനിന്ന കുട്ടികളുടെ പുറത്തേക്ക്, കുട്ടികളും മറ്റേ യാത്രക്കാർക്കും ബസ് കാത്തുനിന്ന ഒരു ജംഗ്ഷനാണ്. അവിടെ അവരുടെ മുകളിലേക്കാണ് വണ്ടി മറിഞ്ഞ് ഇപ്പൊ 5 പേര് ഗുരുതരാവസ്ഥയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി JCB കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് വളരെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ഒന്നടങ്കം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെന്ന് പറയാൻ അറിയില്ല സാറേ. കൃത്യമായിട്ട് ഈ നിൽക്കുന്ന ആരും കൂടുതൽ ആൾക്കാരും കണ്ടിട്ടില്ലല്ലോ. രാവിലെ ആയതുകൊണ്ട് സ്കൂള് പോകാനായിട്ട് ബസ് കാത്തിരുന്ന കുട്ടികളും പിന്നെ മറ്റു ജോലിക്ക് പോകുന്ന ആളുകളുമാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് നിൽക്കുന്നത്. അതെ. അത് കൃത്യമായി നമുക്ക് മണ്ണ് ദേഹത്തേക്ക് വീണാണോ അപകടം ഉണ്ടായത്, അതോ ടിപ്പറിന് അടിയിൽ പെടുന്ന സാഹചര്യം ഉണ്ടായോ? വണ്ടി പൊക്കി JCB കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭദ്രതയിൽ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, JCB ഉണ്ട്, പോലീസുണ്ട്, ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും ഒന്നടങ്കം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ടിപ്പർ ഉയർത്താനും അല്ലെങ്കിൽ അകപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ 5-6 ആംബുലൻസ് വന്ന് എല്ലാവരും ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ താലൂക്ക് ആശുപത്രിയിലെ വിവരങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. 3 പേര് മരിച്ചെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. അതേ നമുക്ക് കൃത്യമായി അറിയാവൂ. ഈ അപകടം ഒക്കെ പതിവായി നടക്കുന്ന ഒരു സ്ഥലമാണോ കേട്ടോ? അതായത് സ്ട്രെയിറ്റ് റോഡാണ്? അവിടത്തേക്ക് ഓപ്പോസിറ്റ്, ഈ മെയിൻ റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് റോഡുണ്ട്. ഇത് മേളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവിടെ നിന്ന് അമ്പലപ്പുറത്ത് നിന്ന് വന്ന വണ്ടിയാണ് ടിപ്പർ. അത് സ്പീഡിൽ വന്നേ ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും. അപ്പൊ ഒരു ബൈക്ക് വന്ന് ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്താണ്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാവരും ഒന്നടങ്കം. ഈ ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചോ അതോ